എവിടെയാണത്? എന്നിട്ട് തരാത് മുടിയിരിട്ടാ വണ്ടി എടുത്ത് പോയിക്കോ. വാവ് മോളിക്കേര്. വാവ് പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. ഇതാരനിത്? അതെ ഇറങ്ങട്ടെ. എന്താണ് തേങ്ങ പറഞ്ഞേ? ഞങ്ങൾ വെളിച്ചെണ്ണ ഒന്നും കടയിൽ നിന്ന് വാങ്ങാറില്ല. ഇതുപോലെ തേങ്ങ വീട്ടിൽ ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ട് കൊടുത്ത് ആട്ടിക്കൊണ്ട് വരാനാണ് പതിവ്. ഇതിപ്പോൾ ഇന്ന് കുറേ മഴ തുടങ്ങിയില്ലേ, അപ്പോൾ പിന്നെ അച്ഛനിങ്ങനെ നോക്കിയിരിക്കും. വെയിൽ വരുമ്പോൾ ഇങ്ങനെ വെക്കും. മഴ വരുമ്പോഴേക്കും എടുത്ത് ഓടും. ഇന്ന് നട്ട്സ് കൊടുത്തത് ബദാമും വാൾനട്ടും. ഒരു പിടിയെന്നൊന്നും പറയാൻ പറ്റില്ല. പൊട്ടുകടല ആണ് കൊടുത്തത്. പക്ഷെ ആളത് വലിയ കാര്യമായിട്ട് കഴിച്ചൊന്നുമില്ല. എന്നിട്ട് ഞാനത് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ പൊടിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു. എന്തൊക്കെ ചെയ്താലും എന്തൊക്കെയാണ് ഞാൻ ഒരു ദിവസം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അവനെ അടിച്ചു കുറിച്ച് എങ്ങനെയെങ്കിലൊക്കെ കൊടുത്തില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അമൃതം പൊടിയാണ് കൊടുത്തത്. ഇവിടെ അംഗൻവാടിയിൽ നിന്ന് മോന് എല്ലാ മാസവും ഒരു 7 പാക്കറ്റ് വീതം അമൃതം പൊടി കിട്ടാറുണ്ട്. അമൃതം പൊടിനെ കുറിച്ച് അറിയാത്തവർ ആരും ഉണ്ടാവില്ല. കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയ ഒരു പൊടിയാണ്. ഞാൻ പരമാവധി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട് അവൻ്റെ. അവന് ഇഷ്ടമാണ് അമൃതം പൊടി കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ അമൃതം പൊടിയിൽ ഞാൻ ചെയ്തിരിക്കണേ ഈ കാലത്ത് നട്ട്സ് കുറച്ചോ കഴിച്ചോളൂ, അത് ഞാൻ അങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് അതിലിട്ട് ജസ്റ്റ് കുറുക്കി എടുക്കുകയാണ് ചെയ്തത്. അതിൽ അമൃതം പൊടിയിൽ വേറൊന്നും ഇടേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി അതിൽ കുറച്ച് ഷുഗർ കണ്ടൻറ്റ് കുറച്ചുണ്ട്, 3% എങ്ങാണ്ടും ഉണ്ട് അത്. പിന്നെ അതിൽ ഓൾറെഡി കടലയുണ്ട്, വീറ്റുണ്ട്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ കൊടുക്കുമ്പോൾ തന്നെ ആൾക്ക് വയറ് നല്ല ഫുള്ളാവും. എങ്ങനെയാണ് ആടാറുമോ? അത് പിടിച്ചാടുന്ന എങ്ങനെയാണ്? ഊഞ്ഞാലിരുന്ന് ഉറങ്ങാൻ പോകുന്നേ. 1 ജൂം. പാട്ട് പാടട്ടെ അമ്മ? വാ അവിടെ പാട്ടാ.
ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ പൂഞ്ചേലാടാലോ. ഈ പാട്ടാരാണ് പാടാറ്? അച്ഛനാണ് പാടാറ്. വാ ഉറങ്ങുമ്പോ പാടിത്തരോ അല്ലേ വാവൻ ഉറക്കാൻ വേണ്ടി? വാവാ. ഇനി ഏത് പാട്ട് പാടണം? ആടാടിയേ ആടാടിയേ പാടാ. ആരാരോ ആരിരാരോ അച്ഛൻ്റെ മോൻ ആരാരോ അമ്മയ്ക്കു നീ തേനല്ലേ ആയിരം വല്ലി പൂവല്ലേ പൂവല്ലേ പിച്ചട 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 എവിടെ എവിടെ പിടിച്ചോ പിടിച്ചോ പിടിച്ചേ പിടിച്ചു പിടിച്ചോ 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 പിച്ചേ. വൗ വൗ യേ. അതാണ് കള്ള മിടുക്കൻ. കയ്യച്ചേ. അയ്യോ ഉച്ചു എവിടെ പോണു ചുന്ദരിയായിട്ട്? നിങ്ങൾ നോക്കിയേ ടുട്ടു ടുട്ടു ടാറ്റ പോയിന്. അയ്യോ ഇങ്ങോട്ട് നോക്ക്. നോക്കട്ടെ നോക്കട്ടെ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? അച്ഛാ അപ്പാപ്പാ അപ്പാ. അങ്ങനെയാണ് കറക്കാത്. നിക്കേ ആ പൗഡറൊക്കെ ഒന്ന് നമ്മ തുടച്ചേരട്ടെ. ഇങ്ങോട്ട് നോക്കിയേ പൗഡർ തുടക്കാം. അതെന്താണ്? ചെരുപ്പ് പറഞ്ഞേ. ആരുടെയാണത്? ആരുടെ ചെരുപ്പാണത്? ആരുടെ ചെരുപ്പുകളാണത്? അച്ചോ അതൊക്കെ നമ്മുടെ ചെരുപ്പുകൾ. ആരുടെ പറ. ആരുടെ ചെരുപ്പാണ് അതൊക്കെ? ആരുടെ ചെരുപ്പാണ്? ഓ ഓ പതുക്കെ പതുക്കെ. അച്ചോ ലൈറ്റ് ഇറക്കാം എടുത്താ. വാവ് ടുട്ടു ടാറ്റ പോവാണ്. അച്ചാച്ചാ അപ്പ അമ്മു ചേട്ടാ ഇതി ബാബാ. ബ്ലൂ എന്ന് പറഞ്ഞേ. ബ്ലൂ ഗ്രീൻ ഡ്രസ് ഡ്രസ് ഐസ് ടാറ്റ കാക്ക കാക്ക പുഷി. എവിടെ ടുട്ടു എവിടെ? അമ്മയുടെ ടുട്ടു എവിടെ? എവിടെ എവിടെ? അച്ഛോ അമ്മ ഉമ്മ തന്നെ. ഉമ്മ എങ്ങനെ ഉമ്മ തരാ? ടുട്ടുവിന്റെ ഫ്രണ്ട്സ് ആണത്. ടുട്ടു അമ്മ ചോദിക്കണൊക്കെ പറയണോട്ടാ. അച്ഛ അമ്മ ചേട്ടാ അപ്പ. ഇറങ്ങിറങ്ങ് വേഗം ഇറങ്ങാ. കുപ്പി കാണണ്ടോ? ആ വീയും നമ്മൾ പോയി വീയും. മിടുക്കൻ. ഇതിൽ കയറി എടുത്തിട്ട് അതിൽ കയറിയിരുന്നോ? എങ്ങോട്ടാണ്? ബൂല് പോവാനാണ്. അവിടെ ഉറുമ്പും കൂടെ ഉണ്ടെന്ന്. എവിടെ പോണേ? എന്താണ് എവിടെ പോണു ബാബാ? ബും എന്ന് പറ. പറഞ്ഞേ ബും ബും എന്ന് പറ. കൊച്ചിലേക്ക് പോകാനാ? ഇങ്ങോട്ട് പറ. എങ്ങനെ വണ്ടി ഓടിച്ചാ? ചേട്ടൻ എവിടെ? മെടുക്കാൻ. ഇനി പോ ബബേ എന്ന് വിളിച്ച്. ബബേ ടുട്ടു വന്നേക്കുന്നേ നോക്ക്. അത് കൈ വിടാ കൊത്തൂട്ട. ബബേ എന്ന് വിളിക്ക്. ബബേ എന്ന് വിളിച്ചേ. അവിടെ ഉണ്ടല്ലോ. ബബ ബാങ്ക് വായോ. നീ ടുട്ടു വന്നേക്കുന്നേ. ബബ എന്താ ചെയ്യാൻ ടുട്ടു? അമ്മ പറഞ്ഞ തിന്നനാ. കോഴിയമ്മ വന്നേച്ചനെ. കൈമാറ്റ്. ടുട്ടുണ്ട് പപ്പ. അപ്പേന് അപ്പേനെ ഒരു പാപ്പ കൊടുക്കാറല്ലേ? കൈമാറ്റിട്ട്
ആ അച്ഛ. ആ അത് കോഴിയുടെ അപ്പ, അത് അച്ഛ, അത് അമ്മ, അത് ചേട്ടാ അല്ലേ? ആ പിന്നെ വരാന്ന് പറ. ടാറ്റാന്ന് പറ. ടാറ്റാന്ന് പറ. ആ ടാറ്റാ. വാ ഇങ്ങോട്ട് പോര്. ഓ പതുക്കെ പതുക്കെ. ഓ പോകല്ലേന്ന് ടുട്ടുവിൻ്റെ അടുത്ത്. ഇന്ന് ഉച്ചയ്ക്ക് അമ്മയുടെ കസിൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഗസ്റ്റായിട്ട്. അപ്പോൾ ഇന്ന് അമ്മ ഉണ്ടാക്കിയത് ചോറിൻ്റെ കൂടെ സാമ്പാറുണ്ടാക്കി, മീൻകറി ഉണ്ടാക്കി. എന്ത് മീനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ മുതിരയാണ് ഉണ്ടാക്കിയത്. കുറേ നാൾക്ക് ശേഷമാണ് മുതിര കഴിച്ചത്. അതിങ്ങനെ വറുത്ത് തേങ്ങയിട്ട് തോരനാണ് ഉണ്ടാക്കിയത്. മത്തങ്ങയും പയറും എരിശ്ശേരി, പിന്നെ പപ്പടം, മാങ്ങാച്ചാറ്. അതിൽ ഞാൻ മോന് വേണ്ടി ഒരു പപ്പടവും മത്തങ്ങയും പയറിൽ മത്തങ്ങ മാത്രമേ എടുത്തുള്ളൂ ഞാൻ. എന്നിട്ട് കുറച്ച് മുതിര ഓൾറെഡി എടുക്കുന്നുണ്ടല്ലോ, പയറും കൂടെ വേണ്ടാന്ന് വെച്ചിട്ടാണ് അതാണ് കൊടുത്തത്. അത് വലിയ കുഴപ്പമില്ലാതൊക്കെ കഴിച്ചു കേട്ടോ. എന്താ വെച്ചാൽ പുതിയ പുതിയ ടേസ്റ്റുകളല്ലേ, അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി അത്. സ്കൂൾ തുടങ്ങിയതിന് ശേഷം ഉച്ചയ്ക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കളിച്ചും ചിരിച്ചും ഇങ്ങനെ നടക്കും. പിന്നെ ഉറങ്ങണമെങ്കിൽ ചേട്ടൻ വരണം. നിനക്ക് ഉറങ്ങൊന്നും വേണ്ടക്ക. എന്താണോ കാട്ടിയത്? ഒരിടി കൂടെ കൊടുത്തേ. എന്താണിത്? രണ്ടിലാക്ക്. ടുട്ടുതാരന് എന്റെ മാറ്റരോന്, എന്റെ മാറ്റരോന് കിട്ടു കിട്ടില്ല. എന്റെ മാറ്റരോന് കിട്ടുകൊണ്ട് വന്നിടാ, കിട്ടുകൊണ്ട് വന്നിടാ. ഉറങ്ങിട്ടാ അതെ അമ്മൂന്റെ കണ്ടടി അതിരിക്കരുത്. അവൻ കാണണ്ട മോൻ കാണണ്ടോ? ചുന്ദരി കുട്ടി അവിടെ നോക്കി നോക്കി. ഓ ചുന്ദരി എവിടെ നടക്കേണ്? അവിടെ ഇപ്പൊ കാർ വരും. ഒന്ന് ഓടിയിട്ട് വാ. എവിടെ എവിടെ കൊട പൊക്കിപ്പിച്ച് പൊക്കിപ്പിച്ചിട്ട് പൊക്കിപ്പിടിക്ക്, അല്ലെങ്കിൽ വീഴൂലേ? ചേട്ടനെ ഇങ്ങനെ കാത്തിരിക്കും. ആൾക്കറിയാം, ആൾക്ക് സമയം ഒന്നും പറയേണ്ട കാര്യമില്ല. ആ നേരം ആവുമ്പോഴേക്കും അവൻ പുറത്തിറങ്ങും. അവനറിയാം ഈ നേരത്ത് ചേട്ടൻ വരും എന്നുള്ളതും. ഇങ്ങനെ കാത്ത് കെട്ടി നിൽക്കും. എന്തൊരു സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ വന്നു കഴിഞ്ഞാൽ. പൂവേണോ ടുട്ടുനെ? എവിടെ പൂവ്? എവിടെ? ഇത് പൊട്ടിക്ക്. നല്ല മണുണ്ടാ? വാവ്, നോക്കി തുറക്ക്.
നിക്ക് 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 നിക്ക്. ചേട്ടാ കായ് വന്നാ. ആ ദേ വരുന്നു ചേട്ടാ. ദേ ദേ അവിടെ അവിടെ. അച്ചോ ഓടിച്ചല്ലേ. അത് ശരി. ചേട്ടനെ കൊണ്ടുവരാൻ പോയതായിരുന്നു. സന്തോഷായി തുത്തുന്ന്. ചേട്ടൻ പോയി അവിടുന്ന്. ഇങ്ങോട്ട് വാ, തിരിച്ചു വാ. പോയടോ. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ പയ്യേ. ചേട്ടൻ മതി മാറി മതി. കൊതുക് പൊക്കിയാണ് കൊണ്ടുപോണ. ചേട്ടൻ വന്ന് കണ്ട. അമ്മ എനിക്ക് ചേട്ടത്തി പോന്ന. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം ആൾ ഉറങ്ങും. പക്ഷേ ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉറങ്ങണേൻ്റെ ഇടയ്ക്ക് തന്നെ ആൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ലൂസ് മോഷൻ പോലെ പോയി. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടെ, തണുപ്പടിച്ചിട്ടാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു. ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നടക്കുകയല്ലേ. അപ്പോൾ പിന്നെ റിസ്ക് എടുത്തില്ല. കുറേ പ്രാവശ്യം വയറ്റിൽ നിന്ന് പോയി. അപ്പോഴേക്കും ആൾ തളർന്നു. അപ്പോൾ ഞങ്ങൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു അത് സംഭവിച്ചത്. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വെച്ചു. എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഈ വക രാത്രിയല്ലേ കൂടുക. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടല്ലേ. മരുന്നുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല, പനിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. എന്നാലും ഞങ്ങൾ വേഗം ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വെച്ചു. പോണേക്ക് മുമ്പ് അപ്പോൾ ഞാൻ കുറേ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയതല്ലേ. ജസ്റ്റ് ഓട്സ് മാത്രം വെറുതെ ഒരു സ്പൂൺ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറുക്കി കൊടുത്തു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയട്ട് സൂക്ഷിച്ചു. പാപ്പ തിന്നാ. അവിടെ ഇരിക്കും. ഓ തമ്പായിനെ പാത്തിച്ചപ്പോ ഒരു ഉഷാറായിട്ടുണ്ട് അല്ലേ ടുട്ടു? ടുട്ടു ഉഷാറായില്ലേ ഒന്ന്? തമ്പായിന്റെ കാറ്റിന് അവനോട് തൊഴുതവിടെ ഇടാൻ പറഞ്ഞേ. അവനിടോ? അയ്യോ ഇച്ചിരി പാമ്പറ്റില്ല. അയ്യോ പോയല്ല. അവിടെ പാമ്പറ്റുണ്ട്. എന്തോ എവിടെ പോണീന്ന് അമ്മ വന്നോ? എവിടെ പോണീന്ന് കിട്ടാപ്പോ ഫോണെടുക്കരുത് അവർക്ക് ആൾക്കാരൊക്കെ ഫോൺ വിളിച്ചാൽ പാട്ട് വെച്ചേ പാട്ട് വെച്ചേ പാട്ട് വെക്ക് പാട്ട്. ആശുപത്രി പോവാൻ പോണ ആളാണ്. നീ എവിടെ ആശുപത്രി പോണ്? ഇവൻ കൂടെ വരൂലേ?
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവന് ഹോസ്പിറ്റലിൽ പോയ അവനെന്തോ ടൂർ പോണ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അവന് യാതൊരു കുഴപ്പം ആവണേക്ക് മുമ്പേ ഞങ്ങളവനെ വേഗം കൊണ്ടുപോയി എങ്ങനെയെന്ന്. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആളുടെ വിധമൊക്കെ മാറി. വെയിറ്റ് നോക്കാനോ ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ മേത്ത് തന്നെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അല്ലെങ്കിൽ സാധാരണ മീനുകളെയൊക്കെ കണ്ടാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും സമ്മതിച്ചു തരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടറിനൊക്കെ കാട്ടി ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി വന്നു. ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ലൂസ് മോഷൻ ഉള്ളത് ഫുള്ള് പോട്ടെ, അല്ലാണ്ട് നമ്മൾ മരുന്ന് കൊടുത്ത് നിർത്തണ്ടെന്നാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ അത് ഫ്രണ്ടിൽ കൂടെ വരാൻ തുടങ്ങും. എനിക്കാണെങ്കിൽ ഛർദി ഭയങ്കര പേടിയുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 2 ദിവസം ഇങ്ങനെയായി പരമാവധി ഫ്ലൂയിഡ് കൊടുത്തുകൊണ്ടിരിക്കുക, ചൂടുവെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക, അത് മതി. പിന്നെ അവന് അത്യാവശ്യം വയറുവേദന, അങ്ങനെ ചെവി വേദന ഒക്കെ ചിലപ്പോൾ പനി വരാം, അതിൻ്റെ ഉള്ള ഒരു പ്രിക്കോഷൻ മരുന്നുകൾ തന്നിരിക്കണം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അവന് ഭക്ഷണമൊന്നും കഴിക്കേണ്ട കാര്യമില്ല, ഈ മരുന്നുകളൊക്കെ തന്നെ കഴിച്ചാൽ തന്നെ അവൻ്റെ വയറ് നിറയും. അത്രയും മരുന്നുകളുണ്ടായിരുന്നു. മഴക്കാലത്ത് നമുക്കിതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പരമാവധി പ്രിക്കോഷൻസ് എടുക്കുക, അതേ പറ്റുള്ളൂ. അതും പറഞ്ഞ് കുട്ടികളെ അടച്ചുപൂട്ടി ഇരിക്കാനും പറ്റില്ല. എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ആയാലും അവർക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടുള്ളൂ. ഞാൻ മൂത്ത മോനെ അങ്ങനെയായിരുന്നു. ആകെ കുടയ്ക്കുള്ളിൽ ഇറുക്കി പിടിച്ച് ആയിരുന്നു അവനെ ഞാൻ വളർത്തിയിരുന്നത്. പക്ഷേ അതിൻ്റെ മാത്രം എല്ലാവരും അനുഭവിച്ചിരുന്നു. ഫുൾ അവന് പുറത്തിറക്കിയാൽ മതി, എന്തിന് വീടിൻ്റെ ഒരു റൂമിൻ്റെ ജനൽ തുറന്നാൽ മതി, അപ്പോഴേക്കും അവന് പനിയും തുമ്മലും വരും. ആ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ചെറുതിന് ഞങ്ങൾ അങ്ങനെയല്ല, പരമാവധി പുറത്തൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്കോ വരുള്ളൂ. അവൻ അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരും സൂക്ഷിച്ച് മഴക്കാലമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ പിന്നെ പൊതുവേ അങ്ങനെയാണല്ലോ, നമ്മൾ കുട്ടികളുടെയും മരുന്നിൻ്റെ സെക്ഷൻ ഡൈനിങ് ടേബിളിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത സെക്ഷൻ വരും. ഇത് പിന്നെ എല്ലാവരും വൈറ്റമിൻ അങ്ങനത്തെയൊക്കെയാണ് തന്നത്. പിന്നെ വയറൊന്ന് ക്ലീൻ ചെയ്യാനുള്ള ഡോക്ടർ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വന്നു കഴിഞ്ഞിട്ട് പക്ഷേ പാവം വീണ്ടും ഈ ലൂസ് മോഷനൊക്കെ ഇങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞ് മരുന്ന് ഒരു ഡോസൊക്കെ ചെന്നപ്പോഴേക്കും ആളൊന്ന് ഉഷാറൊക്കെ ആയി, ക്ഷീണമൊക്കെ മാറി. പക്ഷേ രാത്രിയായപ്പോൾ വീണ്ടും പാപ്പാന്നും പറഞ്ഞ് വിശപ്പ് തുടങ്ങി. ആൾക്ക് പാലും കുടിക്കണില്ല, വെള്ളം മാത്രം എന്ന് വെച്ചാൽ എന്ത് കാര്യമാണ് കഴിക്കണം. ഓടിച്ചാടി നടന്ന് അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ രാത്രി കുറച്ച് റാഗി കുറുക്കി കൊടുത്തു. റാഗിയിൽ ഒരിത്തിരി ശർക്കരയും കൂടി ഇട്ടിട്ടാണ് ഞാൻ കുറുക്കിയത്. അല്ലെങ്കിൽ റാഗിക്ക് അല്ലെങ്കിലേ ഒരു ടേസ്റ്റ് ഇല്ല, എനിക്കിഷ്ടമല്ല റാഗി. അപ്പോൾ ഞാൻ ഓർത്തു ഒന്ന് റാഗി രാത്രി ആകുമ്പോൾ തണുപ്പും ഒന്നുള്ളിൽ ചെല്ലുമ്പോൾ ആൾക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാമല്ലോ എന്ന് വെച്ചിട്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു ആൾക്ക്, അതുകൊണ്ട് വേഗം കഴിച്ചു. ഭക്ഷണം കഴിച്ച് ഉഷാറായെങ്കിലും ആൾ കുറേ രാത്രി ആയപ്പോഴേക്കും ആകെ ഔഷധിയായിപ്പോയി. രാത്രി അതേ 1-2 പ്രാവശ്യമൊക്കെ പാവം കുറേ ലൂസ് മോഷൻ ഇങ്ങനെ പോകുന്നുണ്ടായി. പക്ഷെ ഇത് പോയി കഴിഞ്ഞപ്പോൾ ആൾക്ക് നല്ല ആശ്വാസമായി. ആൾ കിടന്നുറങ്ങി കേട്ടോ, പനിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഡേ ഇൻ ടുട്ടൂസ് ലൈഫ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ പോക്കും ഉണ്ടായി. നമുക്കിങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കേസും ഒക്കെ ആകുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ മഴക്കാലത്ത് നമുക്കിതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പരമാവധി പ്രിക്കോഷൻസ് എടുക്കുക, അതേ പറ്റുള്ളൂ. അതും പറഞ്ഞ് കുട്ടികളെ അടച്ചുപൂട്ടി ഇരിക്കാനും പറ്റില്ല. എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ആയാലും അവർക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടുള്ളൂ. ഞാൻ പോണേക്ക് മുമ്പ് അപ്പോൾ ഞാൻ കുറേ വയറ്റിൽ ഇങ്ങനെ പോയതല്ലേ, ജസ്റ്റ് ഓട്സ് മാത്രം വെറുതെ ഒരു സ്പൂൺ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറുക്കി കൊടുത്തു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വന്നു കഴിഞ്ഞിട്ട് പക്ഷേ പാവം വീണ്ടും ഈ ലൂസ് മോഷനൊക്കെ ഇങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞ് മരുന്ന് ഒരു ഡോസൊക്കെ ചെന്നപ്പോഴേക്കും ആളൊന്ന് ഉഷാറൊക്കെ ആയി, ക്ഷീണമൊക്കെ മാറി. പക്ഷേ രാത്രിയായപ്പോൾ വീണ്ടും പാപ്പാന്നും പറഞ്ഞ് വിശപ്പ് തുടങ്ങി. ആൾക്ക് പാലും കുടിക്കണില്ല, വെള്ളം മാത്രം എന്ന് വെച്ചാൽ എന്ത് കാര്യമാണ് കഴിക്കണം. ഓടിച്ചാടി നടന്ന് അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ രാത്രി കുറച്ച് റാഗി കുറുക്കി കൊടുത്തു. റാഗിയിൽ ഒരിത്തിരി ശർക്കരയും കൂടി ഇട്ടിട്ടാണ് ഞാൻ കുറുക്കിയത്. അല്ലെങ്കിൽ റാഗിക്ക് അല്ലെങ്കിലേ ഒരു ടേസ്റ്റ് ഇല്ല, എനിക്കിഷ്ടമല്ല റാഗി. അപ്പോൾ ഞാൻ ഓർത്തു ഒന്ന് റാഗി രാത്രി ആകുമ്പോൾ തണുപ്പും ഒന്നുള്ളിൽ ചെല്ലുമ്പോൾ ആൾക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാമല്ലോ എന്ന് വെച്ചിട്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു ആൾക്ക്, അതുകൊണ്ട് വേഗം കഴിച്ചു. വലിയ ആനയുടെ പേരെന്തായിരുന്നു ടുട്ടു? അത് അന്ന. അച്ഛനാനയുടെ പേരെന്തായിരുന്നു?
കുഞ്ഞു വാവാനയുടെ പേരെന്തായിരുന്നു? കുഞ്ഞു വാവാനയുടെ പേരായിരുന്നു അയാൻസ്. എന്താണ്? അയാൻസ്. ചേട്ടനാനയുടെ പേരോ? ചേട്ടനാനയുടെ പേര് ഇതി. പറഞ്ഞേ. ആ കഥ പറഞ്ഞു കൊടുക്കണ്ട കൊച്ചിന്. കാട്ടിലെ ഒരു കോഴി ആനയുടെ പേരെന്തായിരുന്നു? ആ കോഴിയുടെ പേരെന്തായിരുന്നു? അവര് ഭയങ്കര കൂട്ടായി. ഭക്ഷണം കഴിച്ച് ഉഷാറായെങ്കിലും ആള് കുറേ രാത്രി ആയപ്പോഴേക്കും ആകെ അവശതയായിപ്പോയി. രാത്രി അതേ 1-2 പ്രാവശ്യമൊക്കെ പാവം കുറേ ലൂസ് മോഷൻ ഇങ്ങനെ പോകുന്നുണ്ടായി. പക്ഷെ ഇത് പോയി കഴിഞ്ഞപ്പോൾ ആൾക്ക് നല്ല ആശ്വാസമായി. ആൾ കിടന്നുറങ്ങി കേട്ടോ, പനിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഡേ ഇൻ ടുട്ടൂസ് ലൈഫ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ പോക്കും ഉണ്ടായി. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ.